Hello everyone, welcome back to our channel Shuttu and Mama. ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ എന്തായാലും ഒന്ന് വീട്ടിലേക്ക് പോവാണ്. എനിക്ക് കുറച്ച് കല്യാണവും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുക്കാന്ന്. ഞങ്ങൾ ഡയറക്റ്റ് വീട്ടിലേക്കല്ല പോകുന്നത്. കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും, മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് നമ്മുടെ നാട്ടിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് സ്ഥലമാണ്. അപ്പോൾ അതുവഴിയാണ് ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണെന്ന് നോക്കാം, അതുവഴി വീട്ടിലേക്ക് പോവാന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരെ വീട്ടിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പിടിച്ചാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പാക്കിംഗ് ആണ് എപ്പോഴും ഭയങ്കര പണിയുള്ള കാര്യം. ഞങ്ങളൊരു 4 മണി 4:30 ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പോകുന്ന വഴി ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അതിന് എവിടെയെങ്കിലും തട്ടുകടയുണ്ടോ എന്ന് നോക്കി ഞങ്ങൾ പോവായിരുന്നു. ഹൈവേയുടെ അവിടെ നല്ലൊരു തട്ടുകട ഞങ്ങൾ കണ്ടിരുന്നു. അവിടെ നിന്ന് കുടിക്കാമെന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതാ ഞങ്ങളുടെ തട്ടുകട. ഞങ്ങൾ ഇവിടെ നിന്ന് നല്ല ചായയൊക്കെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചായ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. തലയൊക്കെ നല്ല പോലെ ഇങ്ങനെ ഉണർന്ന പോലെ തോന്നി, അടിപൊളിയായിരുന്നു. ഷുട്ടുവിന് ഇത് അച്ഛൻ ചായ വാങ്ങിക്കാൻ പോയതുകൊണ്ട് തന്നെ അവൾക്കും പുറത്ത് ചാടാനുള്ള ഭയങ്കര ഒച്ചപ്പാടിലായിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ഞാൻ വിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നല്ല കല്ലുമ്മക്കായി നിറച്ചതും നല്ല അടിപൊളി സ്ട്രോങ് ചായയും കുടിച്ച് നല്ല ചില്ലായിട്ട് പോകാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ കുടിച്ചു. പിന്നെ ഷുട്ടു പിന്നെ എപ്പോഴത്തെയും പോലെ നല്ല പാലുകുടിയിലായിരുന്നു. വണ്ടി കയറിയ പിന്നെ അപ്പം അവൾക്ക് പാല് വേണം. ഞാനത് ആക്ച്വലി പറഞ്ഞതായിരുന്നു. പെട്ടെന്നാണ് ഞാൻ ഇപ്പം വോയിസ് ഓവർ ചെയ്യുന്ന സമയത്താണ് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്ത് ഞാൻ വോയിസ് ഓവർ കൊടുത്തു കേട്ടോ. ഞങ്ങൾ പോവാണ്. സൺലൈറ്റിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ സ്കൈ ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ചുമ്മാ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അവിടെ എത്തുമ്പോഴേക്കും ഷുട്ടു നല്ല ഉറക്കമായിപ്പോയി. അവൾ എന്താ അറിയില്ല, ഇന്ന് ഉറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നതാണ്. അപ്പോൾ അവൾ ആ ടൈമിൽ വണ്ടിയിൽ നിന്ന് ഉറങ്ങിയതാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ സമയമായപ്പോൾ അവൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട്. ഇനി ബീച്ചിലെത്തിയിട്ട് കാണാം. ഞങ്ങളിതാ ബീച്ചിലെത്തി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. മൺഡേ ആയിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കോ ആളോ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. സൺഡേ ഒക്കെ ആണെങ്കിൽ ഇങ്ങേ ഭാഗത്തേക്ക് അടുക്കാനേ പറ്റില്ല. വണ്ടിയൊക്കെ കൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ആക്ച്വലി ഇവിടുത്തെ വാക്ക് വേ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ. അറിഞ്ഞിട്ടെന്നല്ല, അതും കൂടെ കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഫ്ലോപ്പായി പോയി ഗൈസ്. അതിൻ്റെ പണി നടക്കുന്നേ ഉള്ളൂ, ഒന്നും എവിടെയും എത്തിയിട്ടില്ല. അപ്പം കണ്ടില്ലേ, ഇതാണ് വാക്ക് വേയുടെ പണി നടക്കുന്ന സ്ഥലം. എവിടെയും എത്തിയിട്ടില്ല, കുറച്ച് പോലും ആയിട്ടില്ല, ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീലൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് പണിയൊക്കെ കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ടാവും ഓപ്പൺ ആയിട്ടെന്ന്. പക്ഷെ ഒന്നും ആയിട്ടില്ല, നടന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ പണി. ഞങ്ങൾ വണ്ടിയൊക്കെ വയ്ക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് ഇങ്ങനെ തപ്പി നടക്കുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ കുറേ ഐസ് വണ്ടി കണ്ടത്. അപ്പോൾ പിന്നെ വെറുതെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞങ്ങൾ 2 ബട്ടർ സ്കോച്ചിൻ്റെ കോൺ ഐസ്ക്രീം വാങ്ങിച്ച് എന്നിട്ട് അത് കഴിച്ചതിന് ശേഷം ഷുട്ടൂനെ എഴുന്നേൽപ്പിച്ച് പുറത്തിറക്കാമെന്ന് വിചാരിച്ചു. അവൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഇനി അവളെ എഴുന്നേൽപ്പിച്ചിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്.
അങ്ങനെ ഇതാ ഞങ്ങൾ ഷുട്ടൂനെ എഴുന്നേൽപ്പിച്ചു. അവൾ പെട്ടെന്ന് കണ്ണ് തുറന്നപ്പോൾ തന്നെ വെള്ളമാണ് കണ്ടത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ കൂക്കി വിളിക്കുകയായിരുന്നു. സോ ഇതാണ് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ചുമ്മാ ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഞാൻ ചുമ്മാ ഒരു നീ ലെങ്ത് ഉള്ള ഒരു ഡ്രസ്സാണ് ഇട്ടത്. ഇത് പുതിയൊന്നുമല്ല കേട്ടോ, പഴയ ഡ്രസ്സാണ്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു, ഇരുന്നിട്ടും കിടന്നിട്ടും ഒക്കെ. അപ്പോൾ അവൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അവൾക്ക് വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇറക്കണോ വേണ്ടിയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹം കാണിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പിന്നെ അങ്ങ് ഇറക്കി കൈപിടിച്ച് നടത്തിച്ചു. അവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ വെള്ളത്തിൽ അവൾ കളിക്കും, വീട്ടിൽ എപ്പോഴും വെള്ളത്തിൽ തന്നെയാണല്ലോ. പക്ഷേ ഇങ്ങനെ തിരങ്ങനെ അടിച്ച് അവളുടെ കാലിലേക്ക് വന്നപ്പോൾ അവൾക്ക് ജസ്റ്റ് ഒന്ന് പേടിയായി. അതുകൊണ്ട് അധികം അങ്ങോട്ടേക്ക് പോകാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സേഫ് ഓപ്ഷൻ ആയിരുന്നു. ശരിക്കും കുറച്ച് പേടിയുള്ളതുകൊണ്ട് അധികം ആഴത്തിലേക്കൊന്നും പോകാൻ വാശി പിടിച്ചില്ല. ചുട്ടു ഭയങ്കര എൻജോയ് ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു. പിന്നെ കുറേ കുട്ടികളും ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം കൊണ്ടും അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. തിരിച്ചു വരുന്നേ ഉണ്ടായിരുന്നില്ല. അവസാനം ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കരയ്ക്ക് കയറ്റി കൊണ്ടുവന്നത് ആക്ച്വലി. കളിച്ച് തിമിർത്തു ഒരാള്. അയ്യോ, നമുക്ക് പോവാ ഇനി. അവൾക്ക് മതിയായിട്ടില്ല.
ഈ ഒരു സാധനം നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. ഇത് എപ്പോഴും വാങ്ങി കഴിക്കുന്ന ഒരു സാധനമായിരുന്നു. സോ ഇവിടെ ഞങ്ങൾ ഐസ് വാങ്ങിച്ച മീൻസ് ഐസ്ക്രീം വാങ്ങിച്ച ആ ചേട്ടൻ്റെ വണ്ടിയിൽ കണ്ടപ്പോൾ ഞാനൊരു നൊസ്റ്റു അടിച്ച് വാങ്ങിച്ചതാണ്. അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. ഞങ്ങൾ വിചാരിച്ചു വണ്ടിയിൽ നിന്ന് സൺസെറ്റ് കാണാം സമാധാനമായിട്ട് ഇരുന്നിട്ട് എന്നുള്ളത്. അങ്ങനെ സൺസെറ്റൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാം ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ഇതായിരുന്നു. ഷുട്ട് ഭയങ്കര വാശിയായിരുന്നു, പുറത്തൊക്കെ വീണ്ടും പോകണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ കുറച്ചൊന്ന് ശരിയായപ്പോൾ കാം ഡൗൺ ആയി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ സണ്ണൊക്കെ സെറ്റ് ചെയ്ത് കുറച്ചൊന്ന് ഇരുട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അമ്മ ഓൾറെഡി ഒരു തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വരാത്തെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ ഇനിയിപ്പം വീട്ടിലെത്തിയിട്ട് സെക്കൻഡ് റൗണ്ട് ഓഫ് ചായ കൂടി വീണ്ടും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. ഷുട്ടു കടലിനോടൊക്കെ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് എത്താറായി. ഭയങ്കര റാൻഡംലി എടുത്ത ഒരു ചെറിയ ഈവനിങ് കുട്ടി വ്ളോഗായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം, എന്തായാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീട്ടിലെത്തിയിട്ട് പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് പിന്നെ ഞാനൊന്ന് ഷൂട്ട് ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവരും പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ. അപ്പോൾ ഇനിയും വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ, ടാറ്റാ.